E20 പെട്രോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? E20 എന്ന് പറഞ്ഞാൽ എത്തനോൾ 20 ആണ്. അതിന്റെ താഴെ E20യുടെ താഴെ എഴുതിയിരിക്കുകയാണ് നയ ഭാരത് ക നയ പെട്രോൾ. എത്തനോൾ എന്ന് പറയുന്ന ഒരു ബയോഫ്യൂവൽ ആണ്. ബയോഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ചെടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ വസ്തുക്കളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവലാണ്, സോഴ്സ് ഓഫ് എനർജിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്തനോൾ ചേർത്ത പെട്രോളിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് 20% എത്തനോൾ 2025 20% എത്തനോൾ ചേർന്ന പെട്രോള് രാജ്യത്ത് വ്യാപകമാക്കണം എന്നുള്ളൊരു വാർത്തയാണ് കാണിച്ചിരിക്കുന്നത്. നിലവിൽ 5% മുതൽ 10% വരെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത് 2025 ആകുമ്പോഴേക്കും 20% ആക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോഴേ കുറച്ച് പമ്പുകളിലൊക്കെ എന്തുണ്ട്, 20% ആയിട്ടുള്ള എത്തനോൾ ചേർത്തിട്ടുള്ള പെട്രോളുകളുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു വർഷം മുന്നേ ഇട്ടിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അന്ന് തുടങ്ങി വെച്ചാൽ 2025 ആകുമ്പോഴേക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 20% എത്തനോൾ ചേർന്നിട്ടുള്ള പെട്രോൾ എല്ലാ പമ്പിലും ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ വെബ്സൈറ്റിലാണ്. അതിൽ കാണാം എത്തനോൾ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അതേപോലെ തന്നെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം, EBP പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഗവൺമെന്റ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത് ആവശ്യമാണ്, ഇറ്റ് ഇസ് എ നീഡ് ഓഫ് ദി അവർ എന്നാണ്. ഇനി എത്തനോൾ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? നമ്മൾ ക്രോപ്പിനെ എടുത്ത് കട്ട് ചെയ്ത് അതിനെ ഫെർമെന്റ് ചെയ്യും. ഫെർമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എത്തനോൾ കിട്ടും. ഡിസ്റ്റിലേഷനൊക്കെ ചെയ്തിട്ടാണ് എത്തനോൾ കിട്ടുക. അത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പെട്രോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ 20% ആയിട്ടാണ് ബ്ലെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിലവിൽ 10% ആണ്. അത് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും ടാങ്കർ ലോറി വഴി. എന്നിട്ട് അത് ഫ്യൂൽ സ്റ്റേഷനിൽ എത്തി നമ്മുടെ വണ്ടികളിൽ എത്തും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇപ്പോൾ ബയോഫ്യൂവലാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പം റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, ഉപയോഗിക്കുന്നവരും കഴിയില്ല. കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ക്ലീൻ ആണ്, അതായത് ഈ കാർബൺ എമിഷൻസ് ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന റേറ്റ് വളരെ കുറവാണ് പ്യുവർ പെട്രോളിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു റെഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ കുറയാം, ഈ ഗ്ലോബൽ വാർമിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. വണ്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്, അപ്പോൾ ഇത് നമുക്ക് കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ്? ലാർജ് കൺസംഷൻ ലീഡ്സ് ടു ഡിഫോറസ്റ്റേഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ നമ്മൾ കരിമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുറിക്കുകയാണെങ്കിൽ അവിടെ സോയിൽ ഇറോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എൻജിൻ റിക്വയർമെന്റ് ആവശ്യമാണ്. ഇപ്പോഴുള്ള വണ്ടികളിൽ നടക്കും, പക്ഷേ 20% ആകുമ്പോൾ എൻജിൻ കംപ്ലൈന്റ് വരാനും അതുപോലെ പെട്രോൾ പമ്പിലെ എക്യുപ്മെന്റ് ഒക്കെ കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൊറോഷൻ അല്ലെങ്കിൽ വേറെ ടയർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് എൻജിൻ മോഡിഫിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ എന്താണ്, അവർ ഈസിലി സോൾവബിൾ വാട്ടറാണ്. അപ്പോൾ കൊറോഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഭക്ഷണ യോഗ്യമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഈ പറയുന്ന ഫ്യൂവലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു വെച്ചാൽ എത്തനോൾ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഒരു ഗ്രീൻ സോഴ്സ് ഓഫ് എനർജി, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം.